നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെയും ഞങ്ങളുടെ ശരി ചേട്ടന് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? അല്ലേലും അതങ്ങനെ തന്നെയാണല്ലോ. എന്റെ കുഞ്ഞിനെ കൊന്നപ്പോഴും ചേട്ടൻ അവരുടെ പക്ഷത്ത് തന്നെ ആയിരുന്നല്ലോ. ബിസിനസ് വിചാരിച്ച പോലെ വിജയിച്ചില്ല. ഞാൻ ഊഹിച്ചു. ഇറക്കിയ പണം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അച്ഛന്റെ പെൻഷൻ പണം മുഴുവൻ ബിസിനസ് നടത്തി നശിപ്പിച്ചതിലുള്ള ദേഷ്യവും വൈരാഗ്യവും പ്രകാശേട്ടൻ എന്നോടുണ്ടായിരുന്നു. പ്രകാശേട്ടന് മാത്രമല്ല, വന്ദന ചേച്ചിക്കും വസന്ത ചേച്ചിക്കും ഒക്കെ എന്നോട് ദേഷ്യം തന്നെയായിരുന്നു. അതിൻ്റെതായ കുറ്റപ്പെടുത്തലും അവഗണനയും ഞാൻ ഒരുപാട് നാളായി സഹിക്കുക. ഇപ്പോ തല്ലി പടിയിറക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ട് പോവാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ദൈവമേ, എന്തൊക്കെയാ ഞാനീ കേക്കുന്നേ? ഒരേ ഒരു മോളുടെ ജീവിതം ഇത്രയ്ക്ക് ഗതികെട്ട് പോയല്ലോ ഈശ്വര. എന്തൊക്കെയാ ഇത്? മാധവന്റെ വീട്ടിലേക്ക് ഹരിതയെ ഞങ്ങൾ ആരും ഉന്തിത്തള്ളി വിട്ടതൊന്നുമല്ലല്ലോ. തന്നിഷ്ടപ്രകാരമല്ലേ പോയത്. മനോജിന്റെ വീട് സ്വർഗമായിരുന്നെന്നാണല്ലോ നീ പറഞ്ഞിരുന്നത്. അത് നരകക്കുഴി ആയിരുന്നെന്ന് നിനക്കിപ്പോഴെങ്കിലും ബോധ്യമായല്ലോ. എന്താ ഇങ്ങനെയൊക്കെ? മോളാകെ സങ്കടപ്പെട്ടു വന്ന് നിൽക്കുമ്പോ ആശ്വസിപ്പിക്കേണ്ട അച്ഛനല്ലേ നിങ്ങള്? ഇനിയിപ്പോ ആശ്വസിപ്പിച്ചില്ലെങ്കിലും പോട്ടെ, ഈ കുത്തുവാക്കെങ്കിലും നിങ്ങൾക്കൊന്ന് ഒഴിവാക്കിക്കൂടെ? ആ ജഗ വന്നല്ലോ യുവജന നേതാവ്. അറിഞ്ഞില്ലേ, മാധവൻ നായരുടെ വീട്ടിലെ സുഖ സൗകര്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി നിന്റെ പെങ്ങളും അളിയനിങ്ങ് പോന്നിരിക്കുക. ഈ ദുരന്തത്തെക്കുറിച്ച് ഞങ്ങളോട് യുവജന നേതാവിന് എന്താണ് പറയാനുള്ളത്? മനോജ് ചെയ്ത് തെറ്റായിപ്പോയെന്നാ എനിക്ക് പറയാനുള്ളത്. മനോജ് ചെയ്ത ചതി ഓർത്ത് നീറി കഴിയാ അവിടെ മനോജിന്റെ അച്ഛൻ. അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ആ മനുഷ്യനെ ആശ്വസിപ്പിക്കേണ്ട മകൻ ഭാര്യയുടെ വാക്ക് കേട്ട് കൂടെ ഇറങ്ങി പോന്നത് തെറ്റായിപ്പോയി. സമ്മതിക്കുന്നു, തെറ്റു പറ്റിയെന്നിരിക്കട്ടെ. ഒരാളെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തല്ലി ചതച്ചത് പോരാഞ്ഞിട്ട് ആട്ടി ഇറക്കിയത് ശരിയാണോ? പിന്നെ മകനാണെങ്കിൽ കൂടി മനോജ് ആ വീട്ടിൽ നിന്നും ഒരു അനുകമ്പയും സ്നേഹവും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇറങ്ങി പോന്നത്. ഇവിടെയും ഞങ്ങളുടെ ശരി ചേട്ടന് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? അല്ലേലും അതങ്ങനെ തന്നെയാണല്ലോ. എന്റെ കുഞ്ഞിനെ കൊന്നപ്പോഴും ചേട്ടൻ അവരുടെ പക്ഷത്ത് തന്നെ ആയിരുന്നല്ലോ. ജഗ, നീ ഇപ്പൊ കൂടെ നിൽക്കേണ്ടത് നിന്റെ സഹോദരിക്കൊപ്പമാ, അല്ലേ? അല്ലാതെ അവളെ ദ്രോഹിച്ച മാധവനും വന്ദനയ്ക്കൊപ്പമല്ല. ഈ വീട്ടിലെ തെറ്റും ശരിയുമൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. പിന്നെ മനോജും അവന്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാനായിട്ട് ഇടപെടുന്നില്ല. ഹരിതമോള് തെറ്റുകാരി അല്ല. മനോജ് എവിടെ താമസിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ ഹരിത തീരുമാനിക്കും. മോളെ, ആ മനോജിനെയും കൂട്ടി നീ നിന്റെ മുറിയിലേക്ക് പൊക്കോ. ചെല്ല്. അനുജ വാ.
ആ മിസ്റ്റർ മനോജ് മാധവൻ നായർ. ഉം. ഉം. എല്ലാം ചെയ്തു കൂട്ടുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പോ കൊണ്ടുപോയി തൊലച്ച ലക്ഷങ്ങളുടെ കണക്ക് ആരും ചോദിക്കില്ലല്ലോ. ജഗൻ വരുന്നുണ്ട്. എന്താച്ചാ മോനെ? എന്താച്ചാ? എന്റെ കുടുംബത്തിലെ കണ്ണികൾ ഓരോന്നായിട്ട് കൊഴിഞ്ഞോണ്ടിരിക്കുക മോനെ. ഇതിനുവേണ്ടി എന്ത് പാപം ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ചിറകം മുളച്ചപ്പോ അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, സഹോദരങ്ങളും വേണ്ട. ഭാര്യയുടെ വാക്ക് മാത്രം മതി. പോയി കളഞ്ഞില്ലേ അവൻ? എങ്ങും പോയിട്ടില്ല. മനോജ് ഹരിതയ്ക്കൊപ്പം വീട്ടിലുണ്ട്. ഒന്നോർത്താ ഈ അവസ്ഥയിൽ ഇവിടുന്ന് മാറി നിൽക്കുന്നത് മനോജിന് നല്ലതാ. ഒരു ചേഞ്ച് വേണ്ടേ? അന്തരീക്ഷം ഒന്ന് തണുക്കുമ്പോ മനോജ് ഹരിതയും തിരിച്ചു വരും. അച്ഛനെയും അമ്മയും കൂടപ്പുറപ്പുകളൊക്കെ വിട്ട് നിൽക്കാൻ മനോജിനാവില്ല. അധികം വൈകാതെ മനോജ് ഹരിതയും തിരിച്ചു വരും. ഓഹോ, തിരിച്ചു വരുമോ? ആ, ഇവിടത്തെ പെണ്ണുങ്ങളുടെ കയ്യിലും കഴുത്തിലേ അത്യാവശ്യം വേണ്ട പൊന്നും പണ്ടൊക്കെ ഉണ്ട്. അതും കൂടി കൊള്ളയടിച്ചു കൊണ്ടുപോകാനായിരിക്കും അവൻ വരണത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.